തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പെ വരിക്ക ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടം കാട്ടിടണുണ്ട്, എന്നോടെങ്കിടൻ്റൊപ്പേ ചെല്ലാഞ്ഞേ. കിഴക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കുന്നു ചെല്ലാഞ്ഞേ. കാട്ടൂരുത്തെ വല്യമ്മയല്ലേ ദാവന്ന് കുട്ട നീ നോക്ക്, കഴിഞ്ഞ ആഴ്ച വല്യമ്മ വന്നപ്പോ ബോണ്ട കൊണ്ടന്നു, ഈ ആഴ്ച വന്നപ്പോഴല്ലേ കണ്ണീരു മാത്രം. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമുക്കുണ്ണി വല്ലിതല്ലോപ്പേ, മറ്റാരിക്കും ഈ ഗതികേട് വരുത്തല്ലേ പൊന്നേ. അമ്മയുടെ തങ്കക്കൂടമേ നീ എവിടെ. ഇത് ചക്കക്കുരു തൊണ്ടേക്കുരുങ്ങി മരിച്ച കുഞ്ഞിനെ കുറിച്ചുള്ള പാട്ടല്ലേ? അല്ല, ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരികളല്ല അതിന്റെ. അത് ഭയങ്കര എന്താ പറയാ, നമ്മളെ ശരിക്കും ഉള്ളിലേക്ക് നമുക്ക് കേൾക്കാത്ത നമ്മുടെ മനസ്സിലുണ്ടാവും ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ. അതെന്നെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അദ്ദേഹത്തെ എങ്ങനെയാ പരിചയപ്പെട്ടത് ആദ്യം? അയ്യോ, അത് മണിച്ചേട്ടനെ പരിചയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പ്രൈമറി സ്കൂൾ പഠിക്കുമ്പോൾ മണിച്ചേട്ടൻ അവിടുത്തെ ഹീറോ ആണ്. ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ മണിച്ചേട്ടനെ പോലുള്ള ഒരുപാട് പ്രതിഭകളുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമായിരുന്നു. ആള് ഇന്ന് മിമിക്രി തരമാണെങ്കിൽ തന്നെ അവിടെ ഭയങ്കര പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ അപ്പം എൻ്റെ അമ്മ ഭയങ്കരമായിട്ട്, എൻ്റെ അമ്മ അവിടെ ബോയ്സ് സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വയ്ക്കുന്ന ജോലിയുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം 35-36 വർഷം മേലായിട്ടുണ്ട്. ഇപ്പം ഈ ഗവൺമെൻറ് ഈ സാധനം ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിടിച്ചേക്കുക വല്ല സാധനം കിട്ടിയാലോ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര വർഷം വർക്ക് ചെയ്തല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് ചെയ്യാണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ഞാൻ പറയും വൈകി പോകണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ ഇതാണ് അത്. ഞാൻ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയും വേറൊരു എൻ്റെ ചേച്ചിയും വന്ന് ഹെൽപ്പ് ചെയ്ത് പരിപാടി നടത്തുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അന്ന് മുതലേ മണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പം മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടുകളൊക്കെ പുള്ളിക്കാരി പഠിക്കും, എന്നിട്ട് എന്നെ പഠിപ്പിക്കും. അങ്ങനെ ഫസ്റ്റ് ഒരു പാട്ടിങ് എല്ലാം ഓർമ്മയുണ്ട്. മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുലരുമ്പോൾ അവിടെ ഒരു അഭിഷേകവുമുണ്ട്. ഇത് മണിച്ചേട്ടൻ്റെ പാട്ടാ അന്ന്. ഈ പാട്ട് ആൾ പാടി കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ പുള്ളിനെ നമ്മളെ ഫാനല്ലേ. ഓരോ വളർച്ച ഞങ്ങൾ മണിച്ചേട്ടൻ്റെ എല്ലാ വളർച്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പുള്ളി ഞാൻ സ്റ്റാർ സിംഗറിൽ കയറിയപ്പോൾ ആണ് കൂടുതൽ എന്താ പറയുക, ഇങ്ങനെ ഈ ചേച്ചിയുടെ മോനാണെന്നൊക്കെ അറിഞ്ഞിട്ട് മണിച്ചേട്ടൻ തന്നെ പല സ്ഥലത്തും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബോംബെയിലെ ഏതോ പ്രോഗ്രാമിന് ആളിങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിങ്ങനെ ഈ പയ്യന് സ്റ്റാർ സിംഗറിലുണ്ട്, അവന് SMS ചെയ്യണം, SMS ഉണ്ടല്ലോ, SMS ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരും എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു മണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട്. പിന്നെ പ്രോഗ്രാംസ് ചെയ്യാൻ അധികം ചാൻസ് കിട്ടില്ല. ആളുടെ എല്ലാ ദിവസവും എല്ലാ ജനുവരി 1-ാം തീയതിയും മണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കലാകാരന്മാരോടെ ഉണ്ടാവും, ഞങ്ങളവിടെ ഉണ്ടാവും, ഓരോ പാട്ട് പാടും. ഇതൊക്കെ ഓർമ്മ. പിന്നെ ഈ ലണ്ടനിൽ ചാൻസ് എന്ന് പറഞ്ഞൊരു ആക്സിഡൻറ്റിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വീസ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം നടക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് മണിച്ചേട്ടൻ്റെ ഷോസിന് വേണ്ടിയിട്ട് അവർ മണിച്ചേട്ടനെ കൊണ്ടുപോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ്റെ ടീമിന് ആ വീസ റിജക്റ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചാൻസ് ഓട്ടോമാറ്റിക്കലി വന്നു. മണിച്ചേട്ടനെ പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10-20 ദിവസം ആളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സംഭവം. അന്നത്തെ എന്തെങ്കിലും രസകരമായ ഓർമ്മകളുണ്ടോ? അയ്യോ, വേറെ ഒരുപാട് ഓർമ്മകളുണ്ട്. മണിച്ചേട്ടൻ്റെ എന്താ ഓരോ നിമിഷം മതിയല്ലോ. ഇപ്പം നമ്മളിപ്പോൾ 4 പേര് ഇരിക്കാൻ നോക്കി, 4-5 പേര് നമ്മളിപ്പോൾ ആളൊരു കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. ആളിത് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ എൻഡിൽ ചിരിക്കില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇത് എങ്ങടെ പോകണം, അപ്പം ചിരിക്കില്ലായിരിക്കും. ഇതിങ്ങനെ ചിരിക്കുമോ, സക്സസ് ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കണേ. പക്ഷേ നമ്മൾ വിചാരിക്കണ എൻഡല്ല വീണ്ടും വരുന്ന ഉണ്ട്. അതായത് ഒരെണ്ണം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ട്. ഞങ്ങൾ ചിരിച്ചു മരിക്കും ഓരോ നിമിഷം. പിന്നെ ആൾ ഒറ്റയ്ക്കൊന്നും റൂമിൽ കിടക്കൂല, നമ്മളുടെ കോ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് കിടക്കാറ്. പിന്നെ എന്നെയൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു പുള്ളി. സ്റ്റേജിലൊക്കെ കയറുമ്പോൾ
ആദ്യമായിട്ട് എൻ്റെ പരിപാടി ഞാൻ ആളുടെ കൂടെ പോരാൻ ഞാൻ പോണത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളീൻ്റെ കൂടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കണ്ടപ്പോൾ ആളെന്നെ കെട്ടിപ്പിടിച്ചു, മധുര എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ തട്ടി. ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു അതൊക്കെ. പിന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ചില മൈക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ എങ്ങനെ പിടിക്കണം എന്നൊക്കെ കാര്യങ്ങൾ, അങ്ങനത്തെ ചില ടിപ്സ് അല്ല നമുക്ക് ഭയങ്കര ക്ലാസ് ആയിരുന്നു അത്. അതെൻ്റെ ചാൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളടുത്ത് കുറച്ചായപ്പോഴേക്കും ആള് പോയി. അതുണ്ടായിരുന്നു. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അന്നത്തെ ഓർമ്മകളിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഓർത്തിരിക്കണ മൊമെന്റ് സ്റ്റാർ സിംഗർ സെലക്ഷൻ കിട്ടി എന്നുള്ള അറിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഉണ്ടായത്. അതായത് നമ്മൾക്ക് അത് പെർഫോം ചെയ്യാനുള്ള അവസരം നമുക്ക് എന്നെ പോലുള്ള ആൾക്കത് കിട്ടിയില്ലോ എന്നുള്ള ചിന്തയിലാണ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ പടിയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് പാട്ട് പാടുമ്പോഴും പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ, ഈ ജഡ്ജസിനൊക്കെ കാണുമ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെന്റ് ആദ്യം ഭയങ്കര ഇതായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഞങ്ങളുടെ ഓരോ എപ്പിസോഡ് കയറുമ്പോഴും എനിക്കറിയാം ഇന്ന സ്ഥലത്ത് നമ്മൾ ഔട്ടായി പോകും നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി വല്ല ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ് വരെയാണ് ഞാൻ, ഒരു 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ ഞാൻ മ്യൂസിക്കിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും പാട്ട് പാടണത്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു, പാട്ട് പഠിപ്പിക്കണം അങ്ങനെ കൊണ്ടാക്കിയതാണ്. ഇവിടെ എൻ്റെ ബാബുരാജൻ മാഷ് എന്ന് പറഞ്ഞ മാഷാണ് അവനാടെ ഉള്ളത്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, ഒരു കീർത്തനം വരെയൊക്കെ എത്തിയിട്ടുണ്ട് മുട്ടിമൂളിയൊക്കെ. പക്ഷേ അതിലെ അന്നത്തെ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുള്ളൂ, അത്ര അതിന് സീരിയസ്നെസ് ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് പാടാം പിന്നെ. അപ്പോൾ അതിൻ്റെ ബേസാണ് ഞാൻ ഇപ്പോൾ പാട്ട് പാടിയെന്ന് ഞാൻ പറയണം. ഈ സാമ്പത്തികമായിട്ട് നല്ല ഉള്ളത് കൊണ്ട് പരിപാടിയൊക്കെ നിർത്തി വേറെ പണിക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ്സിൽ ഞാൻ പാട്ടും പരിപാടിയൊക്കെ നിർത്തി പണിക്കിറങ്ങി. ഓരോ പണിക്കൊക്കെ പോയി ഇതൊക്കെ ചെയ്തിട്ട് 2020 എൻ്റെ 16ാമത്തെ വയസ്സിൽ ജോലിക്കൊക്കെ പോയി. ഒരു 26 വയസ്സായപ്പോഴാണ് ഞാൻ, ഒരു 24 വയസ്സായപ്പോഴും പിന്നെ പാട്ടിലേക്ക് കിടന്നു. അതുകൊണ്ട് ആ സമയത്ത് പാടി. അപ്പോൾ തന്നെ ഞാൻ പാടി അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗാനമേള ടീമിൽ കയറി, 1 വർഷത്തോളം ഗാനമേള ടീമിൽ പാടി. അപ്പം തന്നെ ഇത് സ്റ്റാർ സിംഗർ ഓഡീഷൻ നടക്കുമ്പോൾ ഞാൻ വെറുതെ പോയി. അന്ന് തന്നെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അപ്പിയറൻസ് കൊണ്ട് എൻ്റെ വായത്തിന് അവർക്ക് സെലക്ട് ചെയ്ത് എൻ്റെ വായത്തിന്, കാരണം അവർക്ക് ഇങ്ങനത്തെ അപ്പിയറൻസ് കാണാമായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്യും. ഞാൻ അതിനിടെ കൂടെ ഡാൻസിന്റെ പ്രാക്ടീസിന് പോകും. ഇവിടെ എൻ്റെ ഒരു മാഷുണ്ട്, രാകേഷ് മാഷ്, പുള്ളിക്കാരൻ്റെ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമാറ്റിക് ഡാൻസ്. അപ്പോൾ അതൊക്കെ ഈ പാട്ടിന് പെർഫോം ചെയ്യാനൊക്കെ ഗുണം കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, അതിനെ ഞാൻ ഒരു ഡാൻസറാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സെലക്ട് ചെയ്ത സാറിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഡാൻസ് കളിക്കുന്ന പറഞ്ഞുകൊണ്ട് ഡാൻസൊക്കെ കളിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയത്. അതൊരു പാഠം തന്നെയായിരുന്നു സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ വേദി. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സുഖമാണ് എല്ലാവരും കോണ്ടാക്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മൈക്കിൾ ജാക്സന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഫാനാണ് മൈക്കിൾ ജാക്സന്റെ, ഭയങ്കര ക്രേസ് ആണ്. നമ്മൾ CD ഉള്ള സമയമായിരുന്നു. ഒരു നമുക്കിപ്പോൾ CD ഒക്കെ കണ്ട് VCP VCR ആ സമയത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ CD വരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും CD ഉണ്ടായിരുന്നു. ആ CDയുടെ സമയത്താണ് ഈ മൈക്കിൾ ജാക്സന്റെ CD കളക്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് അത് മനസ്സിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. അങ്ങനെയാണ് ഭയങ്കര ഫാനായിരുന്നു. എൻ്റെ മാഷെന്ന് രാകേഷ് മാഷ് എന്ന് പറഞ്ഞില്ലേ, മാഷ് മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിക്കും. പിന്നെ ഞാനിത് ഏഷ്യാനെറ്റിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി എന്റെ പരിപാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ട്. അതായത് മുടി ഇത്രയായിട്ട് മുറിച്ചിട്ടിട്ടാണ് അന്നുണ്ടായിരുന്നത്, സ്ട്രെയിറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സൈഡിൽ ഇരുന്നിട്ട് ഇൻട്രോ പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നു. ഇപ്പം ആ സമയത്തൊക്കെ കാണുമായിരുന്നു സ്റ്റാർ സിംഗർ, ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ? എന്തായാലും കുറെ നേരം സംസാരിക്കുന്നു, അപ്പൊ ഒരു പാട്ടും കൂടി. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഞാൻ എന്റെ മോന് വേണ്ടി ഉണ്ടാക്കി പാട്ട് പാടും. ഓ, ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കി. മലരോളി പൂനിലാവേ മന്ദാര പൂങ്കിനാവേ നെഞ്ചോരം ചായും നേരം പുന്നാരം മൂളും വാവേ
കിന്നാരം കൊഞ്ചി കൊഞ്ചി വായോ വായോ രാരിരാരോ രാരിരാരോ രാരാരോ രാരിരാരോ